സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ കടമ എന്താ? തഴമ്പുള്ള താടിയുള്ള പള്ളിയിലെ കമ്മിറ്റിക്കാരിൽപ്പെട്ട അല്ലെങ്കിൽ ഹജ്ജിന് ഉംറയ്ക്കും പോയ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്ന ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്ന ഭർത്താവ് നാലാമത്തെ കടമ എന്തെന്നറിയോ? ലിൽ മുത്തഖീന ഇമാമാ, നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറണേ. നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറണേ. പടച്ചവനെ, നിന്റെ ഭർത്താവിന്റെ മോഡല് നീയാട്. പെണ്ണേ, പെണ്ണിന്റെ നിന്റെ ഭാര്യയുടെ മോഡല് നീയാകണം. നിന്നെ കണ്ടാണ് നിന്റെ ഭാര്യ വളരുന്നത്. അവളെ നന്നാക്കേണ്ടത് നിന്റെ കടമയില്ലൂ. നീ നിസ്കരിക്കണ്ടേ ചെറുപ്പക്കാരാ? നിന്റെ ഭാര്യ നിന്നെ ബഹുമാനിക്കണ്ടേ ചെറുപ്പക്കാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ സഹാബത്ത് ചോദിച്ചു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട്, ആയിഷ, അങ്ങയുടെ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു ആയിഷ? ഭർത്താവിന്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് തിരിച്ചു വരുന്നവരാ ചോദിക്കുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടാ അത് തിരുത്തി കൊടുക്കൽ നിന്റെ കടമയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് സ്വർഗത്തിലാണ്, ഒരു ഭർത്താവ് സ്വർഗത്തിലാണ്, കൂട്ടായിലുള്ള ഒരു ഭർത്താവ് സ്വർഗത്തിലാണ്. ഏത് ഭർത്താവെന്നറിയോ? ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ കിടന്നുറങ്ങുകയാണ്. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടന്നുറങ്ങുകയാ. അവസാന സുബഹിയുടെ സമയത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൗം, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ഭർത്താവ് എഴുന്നേറ്റു. അള്ളാഹുവേ, കൂടെ കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ. ഭർത്താവ് അതാ ബാത്റൂമിൽ പോയി കുളിച്ച് ശുദ്ധിയായി ഒന്നുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ അപ്പോഴും ഭാര്യ അതാ ചുരുണ്ട് കിടക്കുകയാ. ആ സമയത്ത് തന്റെ മുഖത്ത് വെച്ചതാ മുഖം കഴുകിയ വെള്ളമുണ്ടല്ലോ, തന്റെ കയ്യിലിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ ചെറുതായി കുടഞ്ഞിട്ട്, പെണ്ണേ എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറയുന്ന ഭർത്താവിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലാഹുവിന് ഒരു ഭർത്താവിനെ വല്ലാത്ത ഇഷ്ടമാ. അവിടെന്ന് പറയുന്നു, വകാന യഅ്മുറു അഹ്ലുഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയാ. നിസ്കരിക്കാൻ പറയുന്ന ഭർത്താവ്, സകാത്ത് കൊടുക്കാൻ പറയുന്ന ഭർത്താവ്, തെറ്റ് തിരുത്തി കൊടുക്കുന്ന ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടായിരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നീ നിന്റെ ഭാര്യയുടെ തെറ്റ് തിരുത്തി കൊടുക്കാറുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, പള്ളിയിലെ ഉസ്താദന്മാരെ നന്നാക്കാൻ നടക്കുന്നവരുണ്ട്, നാട്ടിലെ ചെറുപ്പക്കാരെ നന്നാക്കാൻ നടക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് ആരെയെന്നറിയോ? നിന്റെ ഭാര്യയെ നന്നാക്ക് ചെറുപ്പക്കാരാ. നമസ്കാരം കഴിഞ്ഞ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു. ഈ പള്ളിയിൽ വന്ന് മഗ്രിബ് നമസ്കരിക്കുന്നവനല്ലേ? ഈ പള്ളിയിൽ വന്ന് മഗ്രിബ് നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയം നിനക്കറിയാമല്ലോ, അത് സലാത്ത് പറയേണ്ട സമയമാ, യാസീൻ ഓതേണ്ട സമയമാ, വാക്യോതേണ്ട സമയമാ, സജ്ദ ഓതേണ്ട സമയമാ, മുൽക്കോതേണ്ട സമയമാ, റഹ്മാനോതേണ്ട സമയമാ. അല്ലാഹുവേ, ഒരു ദിവസത്തിലെ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ്, സമയമാണ്.
ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില്. ഇത് നിനക്ക് നല്ലതുപോലെ അറിയുമല്ലോ. ഈ പള്ളിയിൽ നിന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് സ്വലാത്തും പറഞ്ഞു പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് നിന്റെ വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കാണുന്ന കാഴ്ച കാണാറില്ലേ ഭർത്താവേ? സിനിമ കാണുന്നത് കാണാറില്ലേ ഭർത്താവേ? അത് പാപമാണെന്ന് നിനക്കറിയുമല്ലോ, അത് തെറ്റാണെന്ന് നിനക്കറിയുമല്ലോ. എന്തേ നീ തിരുത്തി കൊടുക്കാത്തത്? ഇത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാറുള്ള നട്ടല്ലില്ലാത്തതെന്തേ? ഇത് പാപവാ, ഇത് കാണില്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതെന്ത്? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉസ്താദേ ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കൂല. നാണമില്ലേ ചെറുപ്പക്കാരാ? നാണമില്ലേ വാപ്പാ? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ നിരക്കി നിർത്താൻ കഴിയാത്ത ഒരാണത്തമില്ലാത്തവനായി നീ മാറിയോ? ഭാര്യയോട് കാണണ്ട എന്ന് പറഞ്ഞാ കാണണ്ട, അവൾക്ക് ചെലവിന് കൊടുക്കണ്ട. നീ പറയാത്തതനുസരിക്കാത്ത, നീ പറയുന്നത് കേൾക്കാത്ത, നീ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഭാര്യ, അവള് ചെലവിന് കൊടുക്കാൻ ആരും നിന്നോട് പറയുന്നില്ല. കാണണ്ട എന്ന് പറഞ്ഞാ കാണണ്ട. തിരുത്തി കൊടുക്കല് നിന്റെ ബാധ്യതയാ, തിരുത്തി കൊടുക്കല് നിന്റെ ബാധ്യതയാ. അത് നിന്റെ ഭാര്യക്ക് വസ്ത്രമെടുത്തു കൊടുക്കുന്ന സമയത്താകട്ടെ, എന്റെ പ്രിയമുള്ളവരെ കൂടെ കൊണ്ട് നടക്കുന്ന സമയത്താകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഭാര്യയുടെ തെറ്റ് തിരുത്തി കൊടുക്കണേ, ഭാര്യയുടെ തെറ്റ് തിരുത്തി കൊടുക്കണേ. ഇല്ലെങ്കിൽ നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോകുമ്പോ നിന്റെ ഭാര്യ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയുമല്ലാ, ഞാൻ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഈ മനുഷ്യനെനിക്ക് തിരുത്തി തന്നില്ല അല്ലാ, എന്നെ പിടപ്പിച്ചതെന്റെ ഭർത്താവാണ് റബ്ബേ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നിന്റെ ഭാര്യ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നെ നരകത്തിലേക്ക് വിടാറ് അള്ളാഹുവിനോട് പറയുമെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പെണ്ണെ നീ ഫാത്തിഹ ഓതുന്നവളാണല്ലോ, എന്നെ ഞാനൊന്ന് കേൾക്കട്ടെ, നീ ഒന്ന് ഫാത്തിഹ ഓതുവോ, ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നീ ഒന്ന് ഓതുവോ എന്ന് ഇന്ന് വരെ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭാര്യയോട് പെണ്ണേ ഇന്ന് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാ പെണ്ണേ, ഇന്ന് ഞാൻ ഇമാമത്ത് നിൽക്കാ, നീ എന്റെ പുറകെ നിന്ന് നിസ്കരിക്കുന്ന എന്ന് വരെ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? വെള്ളിയാഴ്ച രാവിലെ പുറകിന് പടച്ചവനെ, വെള്ളിയാഴ്ച രാവിലെ മഗ്രിബിന്റെ സമയം കഴിയുമ്പോ ഭാര്യയെയും മക്കളെയും പിടിച്ചിരുത്തിയിട്ട് ഒന്ന് യാസീനോദിയിട്ട്, അല്ലെങ്കിൽ മജ്ലിസിന്നൂർ ഓതിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വലാത്തുകൾ പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണേ ഭർത്താവേ. ഇത് കണ്ടു വളരുന്ന ഭാര്യ ഒരിക്കലും നിന്നെ ചതിക്കൂല. കാരണം നിന്റെ ഭാര്യയെ പിടിച്ചിരുത്തിയിട്ട് ഓരോ വ്യാഴാഴ്ച വൈകുന്നേരവും നീ അല്ലാഹുവോട് പറയുന്നു, നാഥാ എന്റെ ഭാര്യക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവളെ സ്വാലിഹത്തായ പെണ്ണാക്കണേ അല്ലാ, എന്നെ ചതിക്കാത്ത പെണ്ണാക്കണേ അല്ലാ. നീ ദുആ ചെയ്യുമ്പോ നിന്റെ ഭാര്യ പുറകിലിരുന്നിട്ട് നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഭാര്യ കരഞ്ഞുകൊണ്ട് ആമീൻ. നിന്റെ കൊച്ചുമക്കള് അല്ലാഹുവേ വാപ്പയിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാ എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, കണ്ണുകുടിയന്മാരാക്കല്ലേ, പലിശക്കാരന്മാരാക്കല്ലേ, എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ, എന്നെ തല്ലുന്ന മക്കളാക്കല്ലേ. വാപ്പ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ടു വളർന്ന മക്കളുണ്ടല്ലോ, അവന് കള്ളുകുടിക്കാൻ അവസരം കിട്ടുമ്പോ, മോശമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ അവൻ ആദ്യം ചിന്തിക്കുന്നത് എന്തെന്നറിയോ?
പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന എന്റെ വാപ്പയങ്ങാട് ഇതറിഞ്ഞ എന്റെ ഉപ്പാന്റെ ഹൃദയം പൊട്ടിപ്പോകുമല്ലോ റബ്ബേ. എന്റെ ഉപ്പാനെ കരയിപ്പിക്കാൻ ഞാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിന്റെ കുടുംബമാകും. നിന്റെ ഭാര്യ എല്ലാരോടും പറയണം, നിന്നെ കുറിച്ച് നല്ലവനെന്ന് പറയേണ്ടവൻ നാട്ടുകാരനല്ല. നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, അവള് പറയണം, എന്റെ ഇക്ക 12 മണിക്കാണ് വന്ന് കിടക്കുന്നത്, 1 മണിക്കാണ് പടച്ചവര് കടലിൽ നിന്ന് മീൻ പിടിച്ച അവസാന വേദ എത്ര ക്ഷീണത്തോടുകൂടി എന്റെ ഭർത്താവ് വീട്ടിൽ വന്ന് കിടന്നാൽ എന്റെ ഇക്ക സുബഹിയുടെ ബാങ്ക് കേട്ടാ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു ഇക്കയോ പെട്ടെന്നെങ്ങാണം നീ അങ്ങ് മരിച്ചുപോയാ ഭാര്യകളുടെ ചില കുടുംബക്കാര് വന്നിട്ട് പറയുന്ന, പെണ്ണ് ഒരു പയ്യനുണ്ട്, വിവാഹത്തിന് തയ്യാറെടുക്കാമോ? ആ സമയത്ത് നിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ എന്റെ ഇക്കാന് പകരം വെക്കാ, എന്റെ ഇക്കാന് പകരം വെക്കാ, ഈ ദുനിയാവിൽ ആരെ കിട്ടിയാലും എനിക്കാവൂല. എന്റെ ജീവിതം അല്ലാ ഞങ്ങള് ബാക്കിയെന്ന് സ്വർഗത്തിൽ ജീവിച്ച് തീർത്തോളാ എന്ന് പറയുവോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, അല്ലാ നിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാകണോ, നിന്റെ വീട് സ്വർഗമാവണോ? അല്ലാ ഇശാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയല്ല, മക്കളെയും പിടിച്ചിരുത്തിയിട്ട് റബ്ബേ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ഖുർആനോതി ദുആ ചെയ്യുന്ന ഒരു ഭാര്യ നിനക്ക് കാണണ്ടേ? പടച്ചവരെ, രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ഭാര്യ നോക്കുമ്പോ അടുത്ത് കിടക്കുന്ന ഭർത്താവിനെ കാണുന്നില്ല. പടച്ചവരെ, എഴുന്നേറ്റ് നോക്കുമ്പോ നിസ്കാര റൂമിന്റെ അകത്ത് സുജൂദിൽ കിടന്ന് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന കാഴ്ചയാ. പടച്ചവരെ, തോറ്റുകൊടുക്കാ വയ്യ, പരസ്പരം തോറ്റുകൊടുക്കാ വയ്യാതെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവർ ജീവിക്കുമ്പോ അവിടമാണ് സ്വർഗമാകുന്നത്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാല് നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ ജീവിച്ച് കാണിക്കുവാപ്പാ. നിന്റെ ഭാര്യ നിന്നെ ബഹുമാനിക്കും, നിന്റെ മക്കൾ നിന്നെ ബഹുമാനിക്കും. നീ പറയാതെ സർവ്വതും നിന്റെ ഭാര്യ നിനക്ക് ചെയ്തു തരും. നിന്നെ കുറിച്ച് അഭിമാനത്തോടുകൂടി പറയുമെന്റെ ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് സഹിക്കൂല എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു ഭാര്യയായി നിന്റെ ഭാര്യ മാറുമെങ്കിലോ എന്റെ പ്രിയ